രാജ്യം കാതോർത്ത കോൺഗ്രസ് മഹാറാലി ഡൽഹിയിലെ രാംലീല മൈതാനിയെ ഇളക്കിമറിച്ചു. വോട്ട് ചോർ ഗഡ്ഡി ചോർ എന്ന മുദ്രാവാക്യം മുഴക്കി ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് റാലിക്കായി തടിച്ചുകൂടിയത്. വോട്ട് ചോരിയെ മുൻനിർത്തി കോൺഗ്രസ് നേതൃത്വം നടത്തിയ ഈ റാലിയിൽ CAA, പൗരത്വ ഭേദഗതി നിയമം എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാന വെല്ലുവിളികളെ ഉയർത്തിക്കാട്ടിയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുകേട്ടത്. ഭരണം നിലനിർത്താൻ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെ തകർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കുതന്ത്രങ്ങൾ മോദിയെ തന്നെ ഇപ്പോൾ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയിലാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. BJPക്ക് ഇഴുത്തിയായി രാഹുൽ ഗാന്ധി നടത്തിയ 3 വാർത്താ സമ്മേളനങ്ങളിൽ നിരത്തിയ തെളിവുകൾ റാലിയിൽ വീണ്ടും പ്രദർശിപ്പിച്ചു. ഓരോന്നോരോന്നായി തെളിവുകൾ അക്കമിട്ട് നിരത്തി വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് വോട്ട് കൊള്ള ചെയ്യപ്പെട്ടവരെ വേദിയിൽ കൊണ്ടുവന്നായിരുന്നു ചതിയുടെ യഥാർത്ഥ മുഖം രാഹുൽ ഗാന്ധി അന്ന് അവതരിപ്പിച്ചത്. മോദിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജ്ഞാനേഷ് കുമാറിനോ ഇതിനൊന്നും കൃത്യമായ മറുപടി നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. EVM ഒഴിവാക്കുക, രാജ്യം രക്ഷിക്കുക, മോദിയെ നീക്കുക, രാജ്യം രക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ രാംലീല മൈതാനിയെ ശബ്ദമുഖരിതമാക്കി. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് 5 കോടിയിലധികം പേർ ഒപ്പിട്ട നിവേദനത്തിന്റെ പകർപ്പുകൾ റാലിയുടെ ഭാഗമായി പ്രസിഡന്റിന് സമർപ്പിക്കാനായി ശേഖരിച്ചു. വോട്ട് ചോർച്ച ആരോപിക്കപ്പെട്ട ബീഹാർ, ഹരിയാന, മഹാരാഷ്ട്ര, വാരണാസി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുത്തു. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ 420 നമ്പർ തടവുകാരൻ എന്ന രൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും റാലിയുടെ ശ്രദ്ധാകേന്ദ്രമായി. വോട്ട് കൊള്ള, CAA, പൗരത്വ ബിൽ എന്നീ 3 കാര്യങ്ങൾ മുൻനിർത്തിയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധിച്ചത്. എങ്കിലും രാജ്യം നേരിടുന്ന മറ്റു പ്രധാന വിഷയങ്ങളായ സാമ്പത്തിക തകർച്ചയും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും സ്ത്രീ സുരക്ഷിതത്വമില്ലായ്മയും നിയന്ത്രിക്കാനാകാത്ത വിലക്കയറ്റവും കർഷക പ്രശ്നങ്ങളും രൂപയുടെ മൂല്യത്തകർച്ചയും ഇന്ത്യ പാക് യുദ്ധത്തിലെ മോദിയുടെ നിലപാടും ചെങ്കോട്ട ആക്രമണത്തിലെ അവ്യക്തതയുമൊക്കെ ഉയർത്തിയാണ് കോൺഗ്രസ് റാലി അവതരിപ്പിച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കൾ മുൻനിരയിൽ അണിനിരന്ന റാലി പുതിയ സ്വാതന്ത്ര്യത്തിനായി ശബ്ദമുഖരിതമായി. രാഹുൽ ഗാന്ധി യുവതയുടെ മുന്നിൽ വെച്ച് നയിച്ച ഈ പ്രക്ഷോഭം രാജ്യത്തെയാകെ ഇളക്കിമറിച്ചു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇലക്ഷൻ കമ്മീഷനും മോദിക്കുമെതിരെ ജനങ്ങളെ മുൻനിർത്തി നയിച്ച ഈ പ്രക്ഷോഭം പുതിയ ഇന്ത്യയുടെ പുതിയ സ്വാതന്ത്ര്യ സമരമെന്ന് അറിയപ്പെടും. മോദി ജ്ഞാനേഷ് കൂട്ടുകെട്ടിന് പാരിതോഷികമായി രാജ്യം ജയിലഴിയാണ് കാത്തുവച്ചിരിക്കുന്നതെന്നും അതിനായുള്ള ആരവം രാജ്യത്ത് മുഴങ്ങിക്കഴിഞ്ഞുവെന്നും റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നേതാക്കൾ പറഞ്ഞു.